ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിനേഷൻ ഒക്ടോബർ ബാച്ചിലെ 2024 ഒക്ടോബർ ബാച്ചിലെ 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയസിലൊക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജർമ്മൻ ഏകീകരണത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരുടെ കീഴിലാണ് ജർമ്മൻ ഏകീകരണം പൂർത്തീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇവിടെ താഴെ ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കൈസർ വില്യം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ചോദ്യങ്ങൾ ചില ഭാഗങ്ങളൊന്നും നിങ്ങൾ ഒരു ഇൻഡെപ്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വന്നതെന്ന് അറിയണ്ടേ? അപ്പൊ അതിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഒറ്റ ലൈനിൽ ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ കൂടെ മിസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ PDF-ൽ. അപ്പം ജർമ്മൻ ഏകീകരണം കൈസർ വില്യമിന്റെ കീഴിലാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. അടുത്തത് മിർജാഫർ വാസ് ദ നവാബ് ഓഫ് ഡാഷ് എന്നുള്ളതാണ്. അപ്പം ആരാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇതില് എവിടെയായിരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പം എവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ബംഗാൾ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ബംഗാൾ ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ദ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ടു ഫ്രീ ദ സേക്രഡ് പ്ലേസസ് ഫ്രം ദ കൺട്രോൾ ഓഫ് ഡോമിനേഷൻ ഓഫ് കറപ്ഷൻ മഹന്ത് ഇൻ 1920 ഇൻ പഞ്ചാബ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ ഇതില് 1920 അഴിമതിക്കാരനായ മഹന്തുളയുടെ നിയന്ത്രണത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും അതായത് ഈ ഒരു സ്ഥലങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? എന്താണ് പ്രസ്ഥാനം? ആൻസർ കറക്റ്റ് എ ആണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു ദ ലാഹോർ കോൺഗ്രസ് സെഷൻ ഓഫ് 1929 ഫോർമലൈസ്ഡ് ഓൺ ഡിമാൻഡ് ഓഫ് ഡാഷ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണ സ്വരാജ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, ഹു എമംഗ്സ് ദ ഫോളോയിങ് ഇൻവെന്റഡ് ഹാൻഡ് പവേർഡ് സ്പിന്നിംഗ് വീൽ ദ സ്പിന്നിംഗ് ജെന്നി? ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്പിന്നിംഗ് ജെന്നി എന്നറിയപ്പെടുന്ന ആ ഒരു ചർക്ക കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ്. ആരാ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ അല്ലെ, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഈ ഒരു സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആറാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ? ഏത് വർഷമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പം ഇതില് 1885 ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻടു ഹൗ മെനി ഡിവിഷൻസ് ക്യാൻ ഇന്ത്യ ബി ഡിവൈഡഡ് എന്നുള്ളതാണ്. അപ്പം അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി പരമായിട്ട് ഇന്ത്യയെ എത്ര തരമായി തിരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്? 6 തരമാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഓക്കെ, അപ്പം ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് എട്ടാമത്തെ ചോദ്യം. ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ഐഡന്റിഫൈ ദ മൗണ്ടൻ പീക്ക് മാർക്ക്ഡ് എ. അതായത് ഇതേപോലെ നിങ്ങൾക്കൊരു ഭൂപടം തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ? അപ്പൊ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനമുടിയാണ്. അതുപോലെ 9ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. അതില് മാർക്ക് ചെയ്യേണ്ട കറക്റ്റ് ആൻസർ ഏതാണ്? നർമ്മദ റിവർ ആണ് കേട്ടോ. നർമ്മദ റിവർ ഓപ്ഷൻ ബി ആണ് 9ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. 10ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ മാപ്പ് തന്നിട്ടുള്ളതാണ്. മാപ്പ് തന്നിട്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ആരവല്ലി റേഞ്ച് ആണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 11ാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ മാപ്പ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം മാപ്പ് ഇല്ലാത്ത ചോദ്യമാണ് കേട്ടോ. 12ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 6 ആണ് വരുന്നത്.
ഇനി 13ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതില് ഓപ്ഷൻ ബി ചീഫ് മിനിസ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 14ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഹു എമംഗ്സ് ദ ഫോളോയിങ് വാസ് എലക്ടഡ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ ആരെയാണ് ആദ്യമായിട്ട് പ്രഥമ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യമാണ് അടുത്തത്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് എന്നുള്ളതാണ്. എത്രാമത്തെ വയസ്സിലാണ് സുപ്രീം കോടതി ജഡ്ജിനെ നമ്മൾ വിരമിക്കുന്നത് എപ്പോഴാണ്? 65ാമത്തെ വയസ്സിലാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്. ഓപ്ഷൻ എ 65 വയസ്സാണ് കറക്റ്റ് ഉത്തരം. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. സിൻസ് വെൻ ദ കോയിലേഷണൽ ഗവൺമെന്റ്സ് ഇൻ ദ ഇന്ത്യ ഹാവ് കെയിം ടു സ്റ്റേ അറ്റ് ദ നാഷണൽ ലെവൽ എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എപ്പോൾ മുതലാണ് കൂട്ടുകക്ഷി ഭരണം നിലവിൽ വന്നത് എന്നുള്ളതാണ്. അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1989 ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. ഒരു കോയിലേഷൻ ഗവൺമെന്റ്സ് വന്നിട്ടുള്ളത് എപ്പോഴാണ്? 1989 അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഏതാണ്? 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് അല്ലെ. അത് സ്ഥാപിക്കപ്പെട്ട വർഷത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1993 അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി 18ാമത്തെ ചോദ്യത്തില് എഡ്യൂക്കേഷൻ ആക്ടിനെ കുറിച്ചിട്ടാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത് അല്ലെ. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2009 അല്ലേ. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 19ാമത്തെ ചോദ്യം. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ഈസ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എ സ്റ്റേറ്റ് അസംബ്ലി can have. അതായത് ഒരു നമ്മുടെ ഭരണഘടന പ്രകാരം സംസ്ഥാന നിയമസഭയ്ക്ക് പരമാവധി എത്ര അംഗങ്ങൾ വരെ ആകാമെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 500 ആണ് അല്ലെ. അപ്പൊ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 20ാമത്തെ ചോദ്യമാണ്. ഹു ഈസ് ദ സുപ്രീം പവർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് എന്നുള്ളതാണ്. അപ്പൊ ആരാണ് കറക്റ്റ്? ദ പ്രസിഡന്റ് അല്ലേ. അപ്പൊ ഓപ്ഷൻ എ ആണ് 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 21ാമത്തെ ചോദ്യം മുതൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അപ്പൊ 20 ചോദ്യങ്ങളുടെയും മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതിയത് ആരൊക്കെയാണ്, എത്ര മാർക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്തു എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ഇനി 21ാമത്തെ ചോദ്യം മുതൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് വായിക്കുന്നില്ല. ഓരോ ചോദ്യവും അതിന്റെ ആൻസേഴ്സും പറഞ്ഞു തരാം ഏതൊക്കെയാ വരുന്നതെന്ന്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് തന്നെയാണോ എഴുതിയെന്നുള്ളത് നോക്കിയാൽ മതിയല്ലോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യനില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഓപ്ഷൻ എ 74.4%, 64.46% ഇതില് 2 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അത് എഴുതിയിട്ടുള്ളവർക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി 22ാമത്തെ ചോദ്യത്തിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടിയിരുന്ന ഇയേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1769, 1733 ഇത് രണ്ടുമാണ്. അപ്പോ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യമാണ്. ഇനി അടുത്തത് 23ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ്. 1712, 1769 ഇത് രണ്ടുമാണ് അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി 24ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 1712, 1769 ആണ്. 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ചൗരി ചൗരയും പിന്നെ ഇയർ അവിടെ കൊടുക്കേണ്ടത് 1922 ആണ് കേട്ടോ. ഇനി 26ാമത്തെ ചോദ്യമാണ്. 26ാമത്തെ ചോദ്യത്തില് 1ാമത്തെ വാക്കായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് ഡിവൈഡഡ്, വിഭാഗിച്ചു എന്നുള്ളതും പിന്നെ വർഷമായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് 1857 ഓക്കെ. ഇനി 27ാമത്തെ ചോദ്യമാണ്. അതില് ഡെൽറ്റ എന്നുള്ളതും അതുപോലെ തന്നെ ട്രിബ്യൂട്ടറി എന്നുള്ള 2 വേർഡ്സ് ആണ് നിങ്ങളവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുക്കേണ്ടിയിരുന്നത്. ഇനി 28ാമത്തെ ചോദ്യമാണ്. 28ാമത്തതില് നിങ്ങൾ ഡൂൺസ് അതുപോലെ തന്നെ വാലി എന്നുള്ള 2 വാക്കുകളാണ് അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ. ഇനി അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതില് ഗോഡ്വാന അതുപോലെ തന്നെ അവിടെ മാർക്ക് ചെയ്യേണ്ടിയിരുന്ന ആ ഒരു മെഷർമെന്റ് 16 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്.
അപ്പൊ അത് എന്താണ്, ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വാക്ക് അവിടെ എഴുതി വെക്കാനേ ഉള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ചില ഗ്രാമറിന്റെ രീതിയിൽ വരുന്ന ചില വാക്കുകളൊക്കെ ഇപ്പൊ ഡിവൈഡ് നേരത്തെ വന്നല്ലോ, അപ്പൊ അത് നിങ്ങൾ വിഭാഗിച്ചു എന്നുള്ളത് മലയാളത്തിൽ എഴുതുന്നവർ അങ്ങനെ എഴുതേണ്ടി വരും. അപ്പൊ അത് അങ്ങനെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ 30ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് റെയിൻഫോളും ഒന്നാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ രണ്ടാമത്തതും റെയിൻഫോൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, 31ാമത്തെ ചോദ്യമാണ്. അതില് ഒന്നാമത്തത് 7 എന്നുള്ളതും രണ്ടാമത്തത് ദ പ്രസിഡന്റ്. അതിന് മലയാളത്തിൽ എന്നവർക്കും പ്രസിഡന്റ് എന്ന് തന്നെയല്ലേ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് 32ാമത്തെ ചോദ്യത്തിന്റെ 2 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഒന്ന് റിലേഷനും ഒന്ന് ലോയും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ബന്ധവും അതുപോലെ തന്നെ 2 നിയമവുമാണ് വരുന്നത്. ഇനി 33ാമത്തെ ചോദ്യത്തിന്റെ ആണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. രണ്ടും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ പ്രൈം മിനിസ്റ്റർ എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പം അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റും പിന്നെ രണ്ടാമത്തേത് പ്രസിഡന്റും ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി 35ാമത്തേതും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ്. അതാണ് ലാസ്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അവിടെ വരുന്നത് ഡെവലപ്മെന്റും പീസും ആണ് കേട്ടോ. ഇപ്പൊ ഡെവലപ്മെന്റും പീസും ആണ് അവിടെ കറക്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ എങ്ങനെയാ ചോദ്യം വന്നിട്ടുള്ളത്, നിങ്ങള് പഠിച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 2ഓ 3ഓ സെന്റൻസിൽ നിന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് സെക്ഷൻ ബിയിൽ അല്ലെ. സെക്ഷൻ ബിയിൽ 36ാമത്തെ ചോദ്യം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യക്തമായ ഉത്തരം എന്താണ്, ട്രാൻസ്പോർട്ട് ദ മെറ്റീരിയൽ ഫ്രം റൂറൽ ഏരിയാസ് ടു എക്സ്പോർട്ട് അല്ലെ, പോർട്ട് ഫോർ എക്സ്പോർട്ട്. അതായത് ആ കറക്റ്റ് ഇതിനെ ഇവിടെ നിന്നുള്ള മൂല്യവർദ്ധിതമായ വസ്തുക്കള് അവർക്ക് ഫോറിൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ആ ട്രേഡ് നടത്തുന്നതിന് വേണ്ടി ഇത് പോർട്ടുകളിലേക്ക് എത്തിക്കണോ അല്ലെ. റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇത് പോർട്ടുകളിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് 2 വാക്യത്തിൽ ഉത്തരം എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, 37ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് എനി 2 സോഷ്യൽ പ്രാക്ടീസസ് അഗൈൻസ്റ്റ് വിച്ച് ദ റിഫോം മൂവ്മെന്റ് ബിഗൻ അല്ലെ. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കാൻ ഇടയാക്കിയ ഏതെങ്കിലും 2 സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ആചാരങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഒന്ന് സതീ സമ്പ്രദായത്തെ കുറിച്ചിട്ട് എഴുതാം, 2 കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് എഴുതാം അല്ലെ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ജാതി വ്യവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന വിവേചനങ്ങൾ. അപ്പൊ അത് നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എങ്ങനെ എഴുതും, റിഫോമേഴ്സ് ഒപ്പോസ്ഡ് ദ റിജിഡ് കാസ്റ്റ് ഹൈറാർക്കി ദാറ്റ് എക്സ്ക്ലൂഡഡ് ലോവർ കാസ്റ്റ് ഫ്രം സോഷ്യൽ പ്രിവിലേജസ്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം അല്ലെ. അപ്പൊ എന്താ, ജാതി വിവേചനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പൊ 2 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അത് രണ്ടും എഴുതാം. അതല്ല നിങ്ങൾക്ക് വേറെയും പോയിന്റ്സ് അതിൽ വരുന്നുണ്ട്, അതാണ് നിങ്ങൾ എഴുതിയെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതും നമുക്ക് അന്ന് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ആചാരമായിരുന്നു. അപ്പം അത് രണ്ടും നമുക്ക് ഈ ഒരു 37ാമത്തെ ചോദ്യത്തിൽ പറയാൻ പറ്റും. ഇനി 38ാമത്തെ ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭരണഘടന എത്ര തരം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ മിസ് പറഞ്ഞു തരുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ഫ്രീഡം ഓഫ് റിലീജിയനുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. സോ ഇത് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളത്തിലേക്ക് എഴുതാവുന്നതാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്, അതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ചോദ്യം കൂടെ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. 39ാമത്തെ ചോദ്യം എന്തൊക്കെയാണ്, പ്രഷർ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ pressure groups aims to influence policy without contesting elections, while interest groups often lobby for specific benefits എന്നുള്ളതാണ്. അതുപോലെ പ്രഷർ ഗ്രൂപ്പ്സ് റെപ്രസെന്റ് കളക്റ്റീവ് കൺസേൺസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഫോക്കസ് ഓൺ ദയർ മെമ്പേഴ്സ് വെൽഫെയർ എന്നുള്ളതാണ്. ആ ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്ന അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയർ ആയിരിക്കും.
ഓക്കെ. അപ്പൊ പ്രഷർ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട്, അതായത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ, അവരെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതേ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. അതിന്റെ 2 മാർക്കാണ് നിങ്ങൾക്ക് ഒരു ഏരിയയിൽ വരുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ 2 മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത 40ാമത്തെ ചോദ്യം മൗലിക അവകാശത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ്, കൃത്യമായിട്ട് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു 3-4 പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ ആൻസർ കീസ് ആണ് ഈ ഒരു PDF ആഡ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലുള്ളവർക്ക് മലയാളത്തിലും PDF ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു PDF നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് അല്ല എങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എക്സാംസിന് അധികം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, അപ്പൊ ഈ ഇയറിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു PDF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യൻസിന്റെയും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഒരു ബാച്ചിലേക്ക് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു PDF യൂസ്ഫുൾ ആവും അല്ലെ. അപ്പം ഇനിയിപ്പോ എഴുതി കഴിഞ്ഞവർക്കാണെങ്കിൽ ഏകദേശം എത്ര മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ മിസ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എന്തുകൊണ്ട് ആ ഓപ്ഷൻസ് വന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഈ PDF കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ PDF യൂസ്ഫുൾ എന്നതിന് ഒരു സംശയവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ലേൺ സ്റ്റോർ വഴി ചെയ്യാം. അപ്പൊ അതൊന്ന് ബൈ ചെയ്തെടുക്കാം. ആ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എപ്പോഴും മിസ് പറയുന്നതാണ്, അടുത്ത വീഡിയോസ് ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ വേണം അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ NIOSന്റെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്